ലെറ്റ് സ്റ്റഡി ടുഗദറിൻ്റെ 1000 ക്വസ്റ്റ്യൻസ് PDF എക്സ്പ്ലനേഷൻ വീഡിയോസിലെ 7ാമത്തെ വീഡിയോ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 151. ഒരു ഫാബ്രിക്കിൽ സെൽവെഡ്ജിനോട് സമാന്തരമായ നൂലുകൾ ഏത്? എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം എന്താണ്? വാർപ്പ്. വാർപ്പ് എന്ന് പറയുന്നത് തുണിയുടെ നീളദിശയിൽ പോകുന്ന നൂലുകളാണ്. ഇവ സെൽവെഡ്ജിനോട് സമാന്തരമായി അഥവാ പാരലൽ ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്ന നൂലുകളാണ്. വാർപ്പ് എന്ന് പറയുന്നത് നീളദിശയിൽ, അതായത് ലെങ്ത് വൈസിൽ പോകുന്ന നൂലുകളാണ്. അതുപോലെ തന്നെ നെയ്ത്ത് ആരംഭിക്കുന്നതിന് മുന്നേ ലൂമിൽ ആദ്യം ഘടിപ്പിക്കുന്നത് വാർപ്പ് യാൺസ് ആണ്. പിന്നീടാണ് വെഫ്റ്റ് യാൺസ് ഇതിന് കുറുകെ കടന്നു പോകുന്നതിലൂടെ നമുക്ക് തുണി രൂപപ്പെടുന്നത്. വാർപ്പ് നൂലുകളുടെ പ്രധാന സവിശേഷത എന്താണ്? സെൽവെഡ്ജിനോട് പാരലൽ ആണ്, കൂടുതൽ ബലമുള്ളതും കൂടുതൽ ട്വിസ്റ്റ് ഉള്ളതുമാണ്, ഫാബ്രിക്കിന്റെ ലെങ്ത് ഡയറക്ഷൻ നിർണ്ണയിക്കുന്നു. അതുപോലെ തന്നെ പാറ്റേൺ മേക്കിങ്ങിൽ നമുക്ക് ഗ്രെയിൻ ലൈൻ മാർക്ക് ചെയ്യാനായിട്ട് വെഫ്റ്റ് ഡയറക്ഷനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. വാർപ്പ് ഡയറക്ഷനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. വെഫ്റ്റ് എന്ന് പറയുന്നത് വാർപ്പിന് കുറുകെ പോകുന്ന നൂലാണ്, ക്രോസ് വൈസ് ആണ്, അല്ലാതെ പാരലൽ അല്ല. ബയാസ് എന്ന് പറയുന്നത് വാർപ്പ്, വെഫ്റ്റ് എന്നിവയോട് 45 കോണിൽ പോകുന്ന ദിശയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി ഗ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? തുണിയുടെ ദിശയെ സൂചിപ്പിക്കുന്ന ഒരു കോമൺ വേർഡാണ്, അല്ലെങ്കിൽ പൊതുവായ ഒരു പദമാണ്. ലെങ്ത് വൈസ് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ വാർപ്പും ക്രോസ് വൈസ് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ വെഫ്റ്റും. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് വാർപ്പാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഉത്തരം എന്താണ്? ഫാബ്രിക്കിനോട് പാരലൽ ആണെന്ന് പറയുന്നില്ല. ഉത്തരം എന്താണ്? വാർപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ 152. ലൂപ്പുകളുടെ നിര നീളത്തിൽ സമാന്തരമായി കാണപ്പെടുന്നത് എന്താണ് വിളിക്കുന്നത്? ഇത് നിറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൂപ്പുകളുടെ നിര നീളത്തിൽ സമാന്തരമായി കാണപ്പെടുന്നത് എന്താണ് വിളിക്കുന്നത്? വെയിൽസ്. വെയിൽസ് എന്ന് പറയുന്നത് നിറ്റഡ് ഫാബ്രിക്കിൽ ലൂപ്പുകളുടെ ദിശ, അതായത് ലെങ്ത് വൈസ് ദിശയിൽ പരസ്പരം പാരലൽ ആയിട്ട് രൂപപ്പെടുന്ന വെർട്ടിക്കൽ കോളംസ്, വെർട്ടിക്കൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയിൽസ് എന്ന്. ഒരു നിറ്റഡ് തുണി ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും, മുകളിൽ നിന്ന് താഴേക്ക് നേരെ പോകുന്ന ലൂപ്പുകളുടെ നിരകൾ കാണാനായിട്ട് സാധിക്കും അല്ലേ? ഈ ലംബ നിരകളെയാണ് നമ്മൾ വെയിൽസ് ആയിട്ട് പറയുന്നത്. വെയിൽസിന്റെ എണ്ണം 1 ഇഞ്ചിൽ എത്രയാണ് എന്ന് നമ്മൾ WPI, അതായത് വെയിൽസ് പെർ ഇഞ്ച് എന്ന അളവിലാണ് നമ്മൾ രേഖപ്പെടുത്താറുള്ളത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. കൗണ്ട് എന്ന് പറയുന്നത് യാണിന്റെ നേർത്തതോ കട്ടിയോ സൂചിപ്പിക്കുന്ന അളവിനെയാണ് നമ്മൾ കൗണ്ട് എന്ന് പറയുന്നത്. കോസ് എന്ന് പറഞ്ഞാൽ ലൂപ്പുകൾ കുറുകെ, അതായത് ക്രോസ് വൈസ് ആയിട്ട് രൂപപ്പെടുന്ന നിരയാണ് നമ്മൾ കോസ് എന്ന് പറയുന്നത്. അത് വെയിൽസിന് വിപരീത ദിശയിലാണ് ഉള്ളത് അല്ലേ? ഇനി സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൂപ്പിനെയാണ് നമ്മൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്, ഒറ്റ ലൂപ്പിനെയാണ് നമ്മൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 153. ടീഷർട്ടുകൾക്കും ലിങ്കറിക്കും പ്രധാനമായും ഉപയോഗിക്കുന്ന ഫാബ്രിക് ഏതാണ്? ജേഴ്സി ഫാബ്രിക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജേഴ്സി ഫാബ്രിക് എന്ന് പറയുന്നത് സിംഗിൾ നിറ്റ് ഫാബ്രിക്കുകളിൽ ഏറ്റവും വ്യാപകമായിട്ട്, ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു നിറ്റഡ് ഫാബ്രിക് ആണ് ജേഴ്സി ഫാബ്രിക് എന്ന് പറയുന്നത്. എന്താണ്? സിംഗിൾ നിറ്റ് ഫാബ്രിക്കുകളിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു നിറ്റ് ഫാബ്രിക് ആണ് നമ്മൾ ജേഴ്സി ഫാബ്രിക് എന്ന് പറയുന്നത്. ഇതിന് നല്ല സ്ട്രെച്ചും അതുപോലെ തന്നെ വലിച്ചു നീളാനുള്ള കഴിവ്, അതുപോലെ തന്നെ കംഫർട്ടാണ്, സോഫ്റ്റ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ടീഷർട്ട്, അതുപോലെ നൈറ്റ് വെയർ, സ്പോർട്സ് വെയർ, ഇന്നർ വെയർ തുടങ്ങിയ വസ്ത്രങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ജേഴ്സി ഫാബ്രിക് ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. പോപ്ലിൻ എന്ന് പറയുന്നത് പ്ലെയിൻ വോവൻ ഫാബ്രിക് ആണ്, നെയ്ത തുണിയാണ് അല്ലെ, നിറ്റഡ് അല്ല. ഷർട്ടുകൾ, യൂണിഫോമുകൾ മുതലായവയ്ക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ടീഷർട്ടിന് ഇത് ഉപയോഗിക്കുന്നില്ല. ഇനി അടുത്ത ഓപ്ഷൻ സാറ്റിൻ, അതായത് നല്ല ഷൈനുള്ള അല്ലെങ്കിൽ തിളക്കമുള്ള സർഫേസ് ഉള്ളൊരു വീവാണ് ഈ സാറ്റിൻ എന്ന് പറയുന്നത്. ഗൗണുകൾ, അതുപോലെ തന്നെ അലങ്കാര വസ്ത്രങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മൾ സാറ്റിൻ ഉപയോഗിക്കുന്നത്. അടുത്ത ഓപ്ഷൻ സിൽക്ക്. സിൽക്ക് എന്ന് പറഞ്ഞാൽ നാച്ചുറലി നമുക്കൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫൈബർ അല്ലെങ്കിൽ ഫാബ്രിക് എന്ന് പറയുന്നത് സിൽക്ക് ഉപയോഗിച്ചിട്ടാണ്. അല്ലാതെ ഇതൊരു സാധാരണ ടീഷർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ലക്ഷൂറിയസ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ സിൽക്ക് കൊണ്ട് നിർമ്മിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 154. പാറ്റേണിൽ നിന്നുള്ള മാർക്കിംഗ് ഫാബ്രിക്കിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാറ്റേണിൽ നിന്നുള്ള മാർക്കിംഗ് ഫാബ്രിക്കിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻസിലെ ട്രേസിംഗ് വീലാണ്. ട്രേസിംഗ് വീൽ എന്ന് പറയുന്നത് എന്താണ്? പേപ്പർ പാറ്റേണിലുള്ള രേഖകളിനെ, അതായത് ഡാർട്ടുകൾ, നോച്ചുകൾ, അതുപോലെ പ്ലീറ്റുകൾ, പോക്കറ്റിന്റെ സ്ഥാനം തുടങ്ങിയ മാർക്കിങ്ങുകൾ നമ്മൾ ഫാബ്രിക്കിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തയ്യൽ ഉപകരണമാണ് ട്രേസിംഗ് വീൽ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഡ്രസ് മേക്കേഴ്സ്, കാർബൺ പേപ്പർ
അതായത് ഡ്രസ് മേക്കേഴ്സ് കാർബൺ പേപ്പറിനൊപ്പം ഉപയോഗിക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാബ്രിക്കിന്റെ മുകളിൽ നമ്മൾ കാർബൺ പേപ്പർ വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ പാറ്റേൺ വെക്കുക. ട്രേസിംഗ് വീൽ ഉപയോഗിച്ച് പാറ്റേണിലെ രേഖകളിലൂടെ നമ്മൾ എന്താണ് കുറച്ച് ഹാർഡായിട്ട് അല്ലെങ്കിൽ അമർത്തി അതിനെ ഉരുട്ടുക അല്ലെങ്കിൽ ഓടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാർബൺ പേപ്പർ വഴി എല്ലാ മാർക്കിങ്ങുകളും നമുക്ക് ഫാബ്രിക്കിലേക്ക് ട്രാൻസ്ഫർ ആവും അല്ലെങ്കിൽ പതിയും. ട്രേസിംഗ് വീൽ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായി മാർക്കിംഗ് ലഭിക്കാൻ സഹായിക്കുന്നതുകൊണ്ട് തന്നെ പാറ്റേൺ മേക്കിങ്ങിലും ഗാർമെന്റ് കൺസ്ട്രക്ഷനിലും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഉപകാരപ്പെട്ട ഒരു ടൂളാണ് ഈ ട്രേസിംഗ് വീൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ചോക്ക് ഫാബ്രിക്കിൽ നേരിട്ട് അടയാളപ്പെടുത്താനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇപ്പം ട്രേസിംഗ് വീല് പോലെയല്ല, പാറ്റേണിൽ നിന്നുള്ള എല്ലാ മാർക്കിങ്ങുകളും കൃത്യമായി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഉപകരണമല്ല. ഡയറക്റ്റ് ഫാബ്രിക്കിൽ നമ്മൾ നേരിട്ട് അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ടൂളായിട്ടാണ് നമ്മൾ ചോക്കിനെ പറയുന്നത്. ഇനി ക്യാൻവാസ് എന്ന് പറയുന്നത് ഇത് ഒരു തരത്തിൽ നമ്മളൊരു തരത്തിലും നമ്മൾ മാർക്കിങ്ങിനെന്നല്ല, ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഫാബ്രിക് ആണത്, മാർക്കിങ്ങിനുള്ള ഒരു ഉപകരണമല്ല. ഇനി ഡാണിങ് എന്ന് പറയുന്നത് കീറിയ തുണി നന്നാക്കുന്ന അല്ലെങ്കിൽ റിപ്പയറിങ് ചെയ്യുന്ന ഒരു തയ്യൽ രീതിയാണ്. പാറ്റേൺ മേക്കിങ്ങുമായിട്ട് ഒരു ബന്ധവുമില്ല ഡാണിങ്ങിന്. അടുത്ത ക്വസ്റ്റ്യൻ 155. ചുവപ്പ്, നീല, മഞ്ഞ എന്നിവ ഏത് കളർ സ്കീമിന് ഉദാഹരണമാണ്? ചുവപ്പ്, നീല, മഞ്ഞ എന്നിവ ഏത് കളർ സ്കീമിന് ഉദാഹരണമാണ്? ഏത് കളർ സ്കീമിനാണ്? ട്രയാഡിക് കളർ സ്കീം. ട്രയാഡിക് കളർ സ്കീം എന്ന് പറയുന്നത് കളർ വീലിൽ പരസ്പരം തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന 3 നിറങ്ങൾ ചേർന്നുള്ള കളർ സ്കീമാണ് ട്രയാഡിക് കളർ സ്കീം എന്ന് പറയുന്നത്. ചുവപ്പ്, മഞ്ഞ, നീല എന്നീ 3 പ്രൈമറി കളേഴ്സ് ചേർന്നതാണ് ഏറ്റവും പ്രശസ്തമായിട്ട് നമ്മൾ പറയുന്ന ഒരു ട്രയാഡിക് കളർ സ്കീം എന്ന് പറയുന്നതാണ് ഈ പ്രൈമറി കളേഴ്സ് ആയിട്ടുള്ള റെഡും യെല്ലോയും ബ്ലൂവും. നമുക്ക് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു കളർ സ്കീമാണ് ഇത്. അതുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണിത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. കോംപ്ലിമെന്ററി കളർ സ്കീം നമുക്കറിയാം, കളർ വീലിൽ പരസ്പരം എതിർവശത്തുള്ള 2 നിറങ്ങൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 നിറങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി കളർ സ്കീം എന്ന് പറയുന്നത്, അല്ലേ? എക്സാമ്പിൾ റെഡ്, ഗ്രീന്, അതുപോലെ ബ്ലൂ, ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ, വയലറ്റ് ഒക്കെയാണ് നമ്മുടെ കോംപ്ലിമെന്ററി കളർ സ്കീംസിനുള്ള മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനിയും അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള മോണോക്രോമാറ്റിക് കളർ സ്കീം എന്ന് പറയുന്നത് ഒരേ നിറത്തിന്റെ തന്നെ വിവിധ ടിൻറ്റ്, ടോൺ, ഷെയ്ഡുകൾ ഉപയോഗിക്കുന്ന കളർ സ്കീമാണ് മോണോക്രോമാറ്റിക് എന്ന് പറയുന്നത്. മോണോ എന്ന് പറയുമ്പോൾ ഒന്ന് എന്നുള്ളൊരു മീനിങ്. അപ്പോൾ ഒരു കളറിന്റെ തന്നെ പല വേരിയേഷൻസ് ആയിട്ടാണ് അല്ലെങ്കിൽ പല ടിൻറ്റ്, ഷെയ്ഡ്, ടോണുകളായിട്ടാണ് നമ്മൾ മോണോക്രോമാറ്റിക് കളർ സ്കീമിനെ പറയുന്നത്. ഇനി അനലോഗസ് കളർ സ്കീം എന്ന് പറഞ്ഞാൽ കളർ വീലിൽ അടുത്തടുത്ത് കിടക്കുന്ന 3 നിറങ്ങളെയാണ് നമ്മൾ പറയുന്നത്. നെയ്ബറിങ് കളേഴ്സ്, നെയ്ബേഴ്സ് ആയിട്ട് കിടക്കുന്ന കളേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് അനലോഗസ് കളർ സ്കീം എന്ന്. ഇപ്പോൾ യെല്ലോ, ഗ്രീൻ അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒക്കെയാണ് അനലോഗസ് കളർ സ്കീം ആയിട്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 156. ഫൈബറുകളുടെ പ്രധാന 2 വിഭാഗങ്ങൾ ഏത്? ഫൈബറുകളുടെ പ്രധാനമായിട്ടുള്ള 2 വിഭാഗങ്ങൾ ഏതാ? ഓപ്ഷൻസിൽ നോക്കുക. നാച്ചുറൽ സിന്തറ്റിക്, നാച്ചുറൽ വെജിറ്റബിൾ, നാച്ചുറൽ അനിമൽ, നാച്ചുറൽ മിനറൽ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? നാച്ചുറൽ ആൻഡ് സിന്തറ്റിക്, അല്ലേ? നാച്ചുറലും സിന്തറ്റിക്. നമുക്ക് ശരിക്കും നാച്ചുറലും മാൻമെയ്ഡുമായിട്ടാണ് പറയുന്നത്. മാൻമെയ്ഡിന്റെ രണ്ട് വേർഷൻസ് ആണ് സിന്തറ്റിക്കും റീജനറേറ്റഡും. പക്ഷെ നമുക്ക് ഓപ്ഷൻസിൽ നാച്ചുറലും സിന്തറ്റിക്കുമാണ് കൊടുത്തിട്ടുള്ളത്. സോ 2 വിഭാഗങ്ങൾ ഏതാണ്? നാച്ചുറലും സിന്തറ്റിക്കും. പ്രകൃതിയിൽ നിന്ന് നമുക്ക് നേരിട്ട് ലഭിക്കുന്ന നാരുകളാണ് നമ്മൾ നാച്ചുറൽ എന്ന് പറയുന്നത്. അത് നമുക്ക് അതിന്റെ സോഴ്സസ് ഏതൊക്കെയാണ്? പ്ലാന്റിൽ നിന്നും കിട്ടും, പ്ലാന്റ് ബേസ്ഡ് ആയിട്ട് കിട്ടും, അനിമൽ ബേസ്ഡ് ആയിട്ട് കിട്ടും, മിനറൽ ബേസ്ഡ് ആയിട്ട് കിട്ടും, അല്ലേ? 3 എണ്ണം. പ്ലാന്റ് എന്ന് പറയുമ്പോൾ കോട്ടൺ, ലിനൻ, ജൂട്ട് പോലെയുള്ളവയാണ്. അനിമൽസ് എന്ന് പറയുമ്പോൾ വൂള്, സിൽക്ക്. മിനറൽ എന്ന് പറയുമ്പോൾ ആസ്ബെസ്റ്റോസ് പോലെയുള്ള ഫൈബേഴ്സ് ഒക്കെയാണ് നമുക്ക് നാച്ചുറലി കിട്ടുന്ന ഫൈബേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാസവസ്തുക്കൾ, കെമിക്കൽസ് ഉപയോഗിച്ച് ഫാക്ടറികളിൽ മനുഷ്യനായിട്ട് നിർമ്മിച്ചെടുക്കുന്ന നാരുകളെയാണ് നമ്മൾ സിന്തറ്റിക് നാരുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? നൈലോൺ, പോളിയസ്റ്റർ, അക്രിലിക്സ്, സ്പാൻഡെക്സ് മുതലായവയൊക്കെയാണ് ഇത്. ഇതിനകത്ത് റയോൺ പെടുന്നില്ല. റയോൺ എന്ന് പറയുന്നത് എന്താണ്? സെമി സിന്തറ്റിക് ആണ്, അല്ലെങ്കിൽ റീജനറേറ്റഡ്, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത, അതായത് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഒരു റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട്, സെല്ലുലോസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന സെമി സിന്തറ്റിക് ആയിട്ടുള്ള, അതായത് കംപ്ലീറ്റ്ലി സിന്തറ്റിക് എന്ന് പറയാൻ പറ്റില്ല,
റോ മെറ്റീരിയൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ അതിന് സെമി സിന്തറ്റിക് അല്ലെങ്കിൽ റീജനറേറ്റഡ് ഫൈബർ എന്നാണ് പറയുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമില്ല. നാച്ചുറൽ വെജിറ്റബിൾ, നാച്ചുറൽ ആനിമൽ, നാച്ചുറൽ മിനറൽ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ അല്ല. 157ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കളർ വീലിൽ എത്ര നിറങ്ങളുണ്ട്? ഒരു കളർ വീലിൽ എത്ര നിറങ്ങളാണുള്ളത്? ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. 12 നിറങ്ങളാണ് ഒരു കളർ വീലിലുള്ളത്. കളർ വീൽ എന്ന് പറയുന്നത് നിറങ്ങളുടെ ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നൊരു റൗണ്ട് ഷേപ്പിലുള്ള, അതായത് വൃത്താകൃതിയിലുള്ള ഒരു ചാർട്ടാണ് അല്ലെ. സാധാരണയായിട്ട് ടെക്സ്റ്റൈൽ, ഫാഷൻ ഡിസൈനിങ്, ആർട്ട് എന്നിവയിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? 12 കളർ ഉള്ള കളർ വീലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ 12 നിറങ്ങൾ 3 വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. പ്രൈമറിയും സെക്കൻഡറിയും ടേഴ്ഷറിയുമായിട്ട്. പ്രൈമറിയിൽ 3 കളർ, സെക്കൻഡറിയിൽ 3 കളർ, ടേഴ്ഷറിയിൽ 6 കളേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സ്? റെഡ്, യെല്ലോ, ബ്ലൂ അല്ലേ. ഇനി സെക്കൻഡറി കളർ, ഈ പ്രൈമറി കളേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ബാക്കിയുള്ള കളേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള കളേഴ്സിന്റെ അടിസ്ഥാന നിറങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രൈമറി കളേഴ്സ് ആണ് അല്ലേ. ഈ സെക്കൻഡറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പ്രൈമറി കളേഴ്സ് ചേർത്ത് ഉണ്ടാക്കുന്ന നിറങ്ങളാണ് ഓറഞ്ച്, ഗ്രീന്, വയലറ്റ്. ഓറഞ്ചും ഗ്രീനും വയലറ്റും ആണ് നമ്മുടെ സെക്കൻഡറി കളേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി ടേഴ്ഷറി കളേഴ്സ് എന്താണ്? ഒരു പ്രൈമറി കളറും അതിനോട് ചേർന്നിരിക്കുന്ന ഒരു സെക്കൻഡറി കളറും ചേർന്നാണ് നമുക്കൊരു ടേഴ്ഷറി കളർ കിട്ടുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ് നമുക്കറിയാം, എന്നാലും യെല്ലോ ഓറഞ്ച്, റെഡ് വയലറ്റ്, ബ്ലൂ ഗ്രീൻ, യെല്ലോ ഗ്രീൻ, അങ്ങനെ തുടങ്ങിയ കളേഴ്സ്. അപ്പോൾ ഈ 6 കളേഴ്സാണ് നമുക്ക് ടേഴ്ഷറി കളേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ടോട്ടൽ 3 പ്രൈമറി, 3 സെക്കൻഡറി, 6 ടേഴ്ഷറി. ടോട്ടൽ എത്രയാണ്? 12 കളേഴ്സാണ് ഒരു കളർ വീലിൽ ഉള്ളത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ 158. ഒരു ഫാബ്രിക് സ്വഭാരത്തിൽ, ഒരു ഫാബ്രിക്കിന്റെ സ്വന്തമായിട്ടുള്ള സ്വഭാരത്തിൽ തിരമാല പോലെ വീഴാനുള്ള കഴിവ് എന്താണ്? ഒരു ഫാബ്രിക്കിന് സ്വന്തമായിട്ട് ഇങ്ങനെ വേവി ആയിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കാനുള്ള അതിൻ്റെ കഴിവിന് എന്താണ്, അല്ലെങ്കിൽ വീഴാനുള്ള കഴിവിന് എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഡ്രേപ്പബിലിറ്റി അല്ലെ. ഡ്രേപ്പ് എന്ന് പറയുന്ന ഒരു ഫാബ്രിക് സ്വന്തമായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ വേവുകളോ അല്ലെങ്കിൽ മടക്കുകളോ രൂപപ്പെടുത്തി താഴേക്ക് ഇങ്ങനെ വീഴുന്ന ഡ്രേപ്പ്, സോഫ്റ്റ് ആയിട്ടുള്ള ഫോൾഡ്സിൽ, നമുക്കത് പറയുമ്പോൾ തന്നെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കുകൾ മനസ്സിൽ വരും. അതിനാണ് ഡ്രേപ്പ് എന്ന് പറയുന്നത്. ഒരു വസ്ത്രം ധരിക്കുമ്പോൾ അത് ശരീരത്തിൽ എങ്ങനെ ഹാങ് ആയി കിടക്കുന്നു, അല്ലെങ്കിൽ എത്ര മനോഹരമായിട്ട് അത് ഫോൾ ചെയ്ത് കിടക്കുന്നു അല്ലെങ്കിൽ ഒഴുകി കിടക്കുന്നു എന്നതാണ് ഫാബ്രിക്കിന്റെ ഡ്രേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ആ ഫാബ്രിക്കിന്റെ ഡ്രേപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഫാബ്രിക്കിന്റെ ഹാങ് അല്ലെങ്കിൽ ഫോൾ ഉണ്ടാവുക അല്ലേ. എക്സാമ്പിൾ ഇപ്പോൾ സിൽക്ക്, റയോൺ, ഷിഫോൺ, ജോർജറ്റ് മുതലായ ഫാബ്രിക്കുകൾക്ക് നല്ല ഡ്രേപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അതിങ്ങനെ ഒഴുകിയിരിക്കും അതുകൊണ്ടുള്ള ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അതേസമയം ഡെനിം, ക്യാൻവാസ് പോലെയുള്ള മെറ്റീരിയലൊക്കെ കുറച്ചിങ്ങനെ ഒഴുകിയല്ല കിടക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ടെക്സ്ചർ എന്ന് പറയുന്ന ഫാബ്രിക്കിന്റെ സർഫേസിലുള്ള അല്ലെങ്കിൽ ഉപരിതല സ്വഭാവത്തെയാണ് നമ്മൾ പറയുന്നത്. അതിന്റെ ടെക്സ്ചർ, അതിന്റെ സർഫേസ് നമ്മൾ തൊടുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഫീല്, ടച്ച് ചെയ്യുമ്പോൾ അത് സ്പർശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീല് സ്മൂത്ത് ആണോ റഫ് ആണോ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇനി ഫീൽ എന്ന് പറയുന്നത് എന്താണ്? തുണി കൈകൊണ്ട് സ്പർശിക്കുമ്പോൾ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ആ ടെക്സ്ചർ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണോ അതാണ് ടെക്സ്ചർ. നമുക്ക് ഫീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫീൽ എന്ന് പറയുന്നത്. ഇനി ഫോൾ എന്ന് പറയുന്നത് സാധാരണ നമ്മളുടെ സ്റ്റിച്ചിങ് മേഖലയിൽ നമ്മൾ പറയും, അതായത് എങ്ങനെയാണ് അതിൻ്റെ ഡ്രേപ്പ്, നേരത്തെ പറഞ്ഞതുപോലെ അത് വീഴുന്ന ആ ഇതിനെയാണ് നമ്മൾ ഫോൾ എന്ന് പറയുന്നത് അല്ലേ. വീഴുന്നു എന്ന് പറയുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഫോൾ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ടെക്സ്റ്റൈലിലുള്ള ഒരു ടെക്നിക്കൽ ടേം ഏതാണ് അതിനെ, ഫോളിനെ പറയുന്നത് നമ്മൾ ഡ്രേപ്പ് ആയിട്ടാണ്. അപ്പോൾ ആൻസർ ഡ്രേപ്പ് ആണ്, വേവി ആയിട്ട് ഇങ്ങനെ ഒഴുകി കിടക്കുന്നത്. ഓക്കെ. ഇനി 159ാമത്തെ ക്വസ്റ്റ്യൻ, സൂചികൾ ഉപയോഗിച്ച് ലൂപ്പുകൾ തമ്മിൽ ഇണചേർക്കുന്ന പ്രക്രിയ എന്താണ്? സൂചികൾ ഉപയോഗിച്ച് ലൂപ്പുകൾ തമ്മിൽ ഇണചേർക്കുന്ന പ്രക്രിയ എന്താണ്? ഓപ്ഷൻസിലെ നിറ്റിംഗ് ആണ് ഉത്തരം. നിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ നിറ്റിംഗ് എന്നത് ഒരു ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികം സൂചികൾ ഉപയോഗിച്ചിട്ട് ലൂപ്പുകൾ പരസ്പരം ഇണചേർത്ത് ഫാബ്രിക് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ നിറ്റിംഗ് എന്ന് പറയുന്നത്. ഒന്നോ അതിലധികമോ ലൂപ്പുകളെ നമ്മൾ എന്ത് ചെയ്തിട്ട് പരസ്പരം ഇണചേർത്ത് കോർത്ത് ഫാബ്രിക് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ നിറ്റിംഗ് എന്ന് പറയുന്നത്. ഓരോ പുതിയ ലൂപ്പും മുമ്പുള്ള ലൂപ്പിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ മുമ്പുള്ള ലൂപ്പിലൂടെ നമ്മളിങ്ങനെ
എടുത്ത് ഇപ്പോൾ ചെയിൻ സ്റ്റിച്ചൊക്കെ പോലെ അകത്തുകൂടെ വന്ന് കണ്ടിന്യൂസ് ആയിട്ടൊരു ഒരു സ്ട്രക്ചർ ഫോം ആവുകയാണ് ചെയ്യുന്നത്. ഇതാണ് നിറ്റഡ് ഫാബ്രിക് എന്ന് പറയുന്നത്. നിറ്റിങ് രണ്ട് പ്രധാന രീതികളാണുള്ളത്, ഹാൻഡ് നിറ്റിങ്ങും അതുപോലെ തന്നെ മെഷീൻ നിറ്റിങ്ങും. ഹാൻഡ് നിറ്റിങ് നമ്മൾ കൈ സൂചികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മെഷീൻ നിറ്റിങ് നമ്മൾ നിറ്റിങ് മെഷീനുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നീറ്റഡ് ഫാബ്രിക്സിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ട്രെച്ച് കൂടുതലാണ്, സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ്. ടീഷർട്ട്, ഇന്നർ വെയർ, സ്വെറ്റർ, സോക്സ്, സ്പോർട്സ് വെയർ മുതലായ തുണികളൊക്കെ ഗാർമെന്റ്സ് ഒക്കെ നമ്മൾ നിർമ്മിക്കുന്നത് നീറ്റഡ് ഫാബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. ബാക്കിയുള്ള ഓപ്ഷൻസ് വീവിങ് എന്ന് പറയുന്നത് വാർപ്പ് വെഫ്റ്റ് നൂലുകളെ നമ്മൾ പരസ്പരം ഇന്റർലേസ് ചെയ്ത് ഇഴ ചേർത്ത് തുണി നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. ഇവിടെ ലൂപ്സ് അല്ല. ഇനി ഡാണിങ് എന്ന് പറയുന്നത് എന്താണ്, കീറിയ തുണിയോ അല്ലെങ്കിൽ സോക്സോ നമ്മൾ എന്തെങ്കിലും റിപ്പയറിങ് ചെയ്യുന്ന തയ്യൽ രീതിയാണ്. മെൻഡിങ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ വസ്ത്രങ്ങളിലെ കേടുപാടുകൾ പൊതുവായി നന്നാക്കുന്ന പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ഫാബ്രിക് നിർമ്മിക്കുന്ന പ്രക്രിയയല്ല മെൻഡിങ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 160. ശരീരത്തെ സ്പർശിക്കുന്ന ഉള്ളിൽ ഇടുന്ന തുണി ഏത്? ശരീരത്തെ സ്പർശിക്കുന്ന രീതിയിൽ ഒരു ഗാർമെന്റിന്റെ ഉള്ളില് എന്താണ്, ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. ശരീരത്തെ സ്പർശിക്കുന്ന രീതിയിൽ, നേരിട്ട് സ്പർശിക്കുന്ന രീതിയിൽ വസ്ത്രത്തിന്റെ അകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന, ഇടുന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് വസ്ത്രത്തിന്റെ അകത്ത് പിടിപ്പിച്ചിരിക്കുന്ന തുണി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ലൈനിങ്. ലൈനിങ് എന്ന് പറയുന്നത് എന്താണ്, വസ്ത്രത്തിന്റെ അകത്ത് നമ്മൾ ഘടിപ്പിക്കുന്ന, ശരീരത്തെ നേരിട്ട് സ്പർശിക്കുന്ന തുണിയാണ് ലൈനിങ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് ഫാബ്രിക്കിന്റെ ഉള്ളിൽ തുന്നിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. വസ്ത്രത്തിന് കൂടുതൽ കംഫർട്ടും നീറ്റ് ആയിട്ടുള്ള ഫിനിഷിങ്ങും ഡ്യൂറബിലിറ്റിയും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഡ്രസ്സിന് ലൈനിങ് ഇട്ട് തയ്ക്കുമ്പോൾ കുറച്ചും കൂടി അതിനൊരു ഈട് നിൽപ്പ് കിട്ടും അല്ലേ, കുറച്ചും കൂടി ഫിനിഷിങ് ഉണ്ടാവും. അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നമ്മൾ ലൈനിങ് ആയിട്ട് കോട്ടൺ, പോളിയസ്റ്റർ, റയോൺ, സിൽക്ക് തുടങ്ങിയ സോഫ്റ്റ് ആയിട്ടുള്ള എങ്ങനത്തെ വേണമെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കുകൾ നമ്മൾ മെയിൻ ക്ലോത്ത് എങ്ങനെയാണോ എടുക്കുന്നത് അതനുസരിച്ച് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലൈനിങ് ക്ലോത്ത് എടുക്കുക അല്ലേ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ഇന്റർലൈനിങ് എന്ന് പറയുന്നത് ഔട്ടർ ഫാബ്രിക്കിനും ലൈനിങ്ങിനും ഇടയിൽ നമ്മൾ ഇടുന്ന ഒരു എക്സ്ട്രാ ഒരു ലെയറാണ് ഇന്റർലൈനിങ് എന്ന് പറയുന്നത്. ഇപ്പം കോളർ, കഫ്, വേസ്റ്റ് ബാൻഡ് ഭാഗങ്ങളിലൊക്കെ നമ്മൾ ക്യാൻവാസ് ഇടില്ലേ, അതുപോലെ ഭാഗങ്ങൾക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതുപോലെയൊക്കെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റർലൈനിങ് എന്ന് പറയുന്നത്. ട്രിമ്മിങ് എന്ന് പറയുന്നത് ലേസ്, റിബൺ, ബീഡ്സ്, ഫ്രിൽസ് തുടങ്ങിയ അലങ്കാര വസ്തുക്കളെയാണ് നമ്മൾ ട്രിമ്മിങ് എന്ന് പറയുന്നത്. ഇനി ഡി ഓപ്ഷൻ ആണെങ്കിൽ ഹെമ്മിങ്, വസ്ത്രത്തിന്റെ അരികുകൾ മടക്കി തുന്നി ഭംഗിയായി ഫിനിഷ് ചെയ്യുന്ന സ്റ്റിച്ചിങ് രീതിയാണ് നമ്മൾ ഹെമ്മിങ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 161. ഫില്ലിംഗ് യാൺ എന്നറിയപ്പെടുന്നത് ഏത്? ഫില്ലിംഗ് യാൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മൾ കുറേ ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വെഫ്റ്റ് അല്ലേ, വെഫ്റ്റ് ആണ് ഫില്ലിംഗ് യാൺ എന്ന് പറയുന്നത്. വെഫ്റ്റ് യാൺ എന്ന് പറയുന്നത് വാർപ്പ് നൂലുകൾക്കിടയിലൂടെ വീതി വശം അല്ലെങ്കിൽ വീതിയിലേക്ക് വിഡ്ത് വൈസ് ആയിട്ട് കടന്നു പോകുന്ന നൂലാണ് വെഫ്റ്റ് യാൺ എന്ന് പറയുന്നത്. വെഫ്റ്റിനെ ഫില്ലിംഗ് യാൺ അല്ലെങ്കിൽ പിക്ക് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. വെഫ്റ്റ് യാണിനെ നമ്മൾ എന്താണ്, ഫില്ലിംഗ് യാൺ അല്ലെങ്കിൽ പിക്ക് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. വാർപ്പ് നൂലുകൾ ലൂമിൽ ലെങ്ത് വൈസ് ആയിട്ട് നമ്മൾ ഉറപ്പിച്ച് പിടിപ്പിച്ചതിന് ശേഷം വെഫ്റ്റ് യാൺ ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിഡ്ത് വൈസിൽ നമ്മൾ ഈ വാർപ്പ് യാണിന്റെ ഇടയിൽ കൂടി ഇന്റർലേസിങ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാർപ്പ് യാണുകളുടെ ഇടയിൽ ഫില്ലിംഗ് നടത്തി നമ്മൾക്ക് വരുന്നതാണ് വെഫ്റ്റ് യാൺ. സോ അത് അങ്ങനെ ആലോചിച്ചാൽ മതി, ഫില്ലിംഗ് യാൺ ആയിട്ട്. ഇനി പിക്ക് എന്ന് വിളിക്കുന്ന എന്താണ്, നമ്മൾ പിക്കിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പിക്കിംഗ് ചെയ്യുന്നത് വെഫ്റ്റ് യാണിനെയാണ്. ഓക്കെ, അപ്പോൾ ആ പിക്ക് എന്നുള്ള വേർഡും അങ്ങനെ ഓർത്ത് വെക്കുക. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. തുണിയുടെ നീളവശത്ത്, അതായത് വാർപ്പ് യാണാണ് ഫസ്റ്റ് ഓപ്ഷൻ. അതായത് തുണിയുടെ നീള ദിശയിലുള്ള ലെങ്ത് വൈസ് നൂലുകളെയാണ് നമ്മൾ വാർപ്പ് എന്ന് പറയുന്നത്. ഇത് എൻസ് ആണ്. ഇവരെ വിളിക്കണത് എന്താണ്, എൻസ് എന്ന്, പിക്സ് അല്ല, എൻസ് എന്നാണ് വിളിക്കുന്നത്. എൻസ്, അടുത്ത ഓപ്ഷൻ എൻസ് ആണ്. എൻസ് ആണ് എന്താണ്, വാർപ്പ് യാണിനെ തന്നെയാണ് പറയുന്നത് എൻസ് എന്ന്. ഇനി ഡി ഓപ്ഷൻ ആണെങ്കിൽ സെൽവേജ്, തുണിയുടെ ഇരുവശങ്ങളിലുമുള്ള എന്താണ്, കട്ടിയായിട്ട് വീവ് ചെയ്തിട്ടുള്ള ആ അരിക് അല്ലെങ്കിൽ ആ എഡ്ജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽവേജ് എന്ന് പറയുന്നത്. 162ാമത്തെ ക്വസ്റ്റ്യൻ, കോംപ്ലിമെന്ററി കളർ സ്കീമിന് ഉദാഹരണം ഏത്? കോംപ്ലിമെന്ററി കളർ സ്കീമിന് ഉദാഹരണം ഏത്? കുറേ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓപ്ഷൻസിൽ ഏതാണ്? റെഡും ഗ്രീനും ആണ് കോംപ്ലിമെന്ററി കളർ സ്കീമിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. 163ാമത്തെ ക്വസ്റ്റ്യൻ, കോംപ്ലിമെന്ററി കളർ സ്കീം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് തോന്നുന്നു. ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളർ വീലിൽ കുറച്ച് മുന്നേ ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
റിപ്പീറ്റ് ആയിട്ട് വരുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാത്തത് വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് ഓർത്തിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 163. ചെറിയ നീളമുള്ള ഫൈബറുകൾ എന്താണ് വിളിക്കുന്നത്? ചെറിയ നീളമുള്ള ചെറിയ കുഞ്ഞ് ഷോർട്ട് ഫൈബേഴ്സിനെ എന്താണ് വിളിക്കുന്നത്? ഷോർട്ട് ഫൈബേഴ്സ് എന്താണ്? സ്റ്റേപ്പിൾ ഫൈബർ. സ്റ്റേപ്പിൾസ് അല്ലേ? സ്റ്റേപ്പിൾസ് എന്നാണ് നമ്മൾ ഷോർട്ട് ഫൈബേഴ്സിനെ പറയുന്നത്. സ്റ്റേപ്പിൾ ഫൈബർ എന്ന് നമ്മൾ ചെറിയ നീളമുള്ള നാരുകളെയാണ് പറയുന്നത്. ഇത് നേരിട്ട് നൂലാക്കാനായിട്ട് നമുക്ക് കഴിയില്ല. ആദ്യം ഒരുപാട് ചെറിയ നൂലുകളെ നമ്മൾ സ്പിന്നിങ് ചെയ്തിട്ട് ഒന്ന് ട്വിസ്റ്റ് നൽകി ഒരു യാണാക്കിയതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അത് പിന്നീട് ശരിക്കും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കുട്ടി കുട്ടി നാരുകളായതുകൊണ്ട് നേരിട്ട് നൂലാക്കാൻ കഴിയില്ല. ആദ്യം നിരവധി ചെറിയ നാരുകളെ നമുക്ക് എന്ത് ചെയ്യണം? സ്പിന്നിങ് പ്രോസസ്സിലൂടെ അതിനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് യാണാക്കി മാറ്റാനായിട്ട്. ഈ സ്റ്റേപ്പിൾ ഫൈബറുകളുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് കോട്ടൺ, വൂള്, ഫ്ലാക്സ്, ജൂട്ട് ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ചില മാൻമെയ്ഡ് ഫൈബേഴ്സിനെയും നമ്മൾ ഇതുപോലെ ഷോർട്ടായിട്ട് കട്ട് ചെയ്ത് സ്റ്റേപ്പിൾ ഫൈബേഴ്സ് ആക്കി യൂസ് ചെയ്യുന്നൊരു ഇതുണ്ട്. പക്ഷെ നമുക്ക് നാച്ചുറലി കിട്ടുന്നത് കോട്ടൺ, വൂൾ, ഫ്ലാക്സ്, ജൂട്ട് പോലെയുള്ളവയൊക്കെയാണ് സ്റ്റേപ്പിൾ ഫൈബേഴ്സ് ആയിട്ടുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ ഫിലമെന്റ് ഫൈബർ എന്താണെന്നും കൂടി നോക്കാം. ഫിലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷനിലുള്ളതാണ് ഫിലമെന്റ്. കണ്ടിന്യൂസ് ആയിട്ട് നല്ല നീളത്തിൽ നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ളതിനെയാണ്, അല്ലെങ്കിൽ നാച്ചുറലി ആണെങ്കിലും നമ്മൾ മാൻമെയ്ഡ് ആണെങ്കിലും നീളത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള യാണിനെയാണ് നമ്മൾ ഫിലമെന്റ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിലാണുള്ളത്, ഷോർട്ട് ഫൈബേഴ്സും ലെങ്തി ആയിട്ടുള്ള ഫൈബേഴ്സും. ഷോർട്ട് ആണെങ്കിൽ സ്റ്റേപ്പിൾ എന്ന് പറയും, കുറച്ച് നീളത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഫിലമെന്റ് എന്ന് പറയും. എക്സാമ്പിൾ സിൽക്ക് എന്ന് പറയുന്നതാണ് നമുക്ക് ഒരേ ഒരു പ്രകൃതിദത്ത ഫിലമെന്റ് ഫൈബർ എന്ന് പറയുന്നത് സിൽക്കാണ്. ഇനി നൈലോൺ, പോളിയസ്റ്റർ പോലെയുള്ളതൊക്കെ നമ്മൾ മാൻമെയ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഫിലമെന്റ് യാൺസ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താ? ബാസ്റ്റ് ഫൈബർ. ബാസ്റ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് ഫൈബർ ആണ്, പ്ലാന്റ് ഫൈബറിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഫ്ലാക്സ്, ജൂട്ട്, ഹെംപ് എന്നിവയൊക്കെ ബാസ്റ്റ് ഫൈബേഴ്സ് ആണ്. ഇത് നമ്മുടെ ഫൈബർ ലെങ്ത്തിനെ സൂചിപ്പിക്കുന്ന ഒരു പദമല്ല, അത് ഫൈബറാണ്. ഫൈബറിന്റെ ഒറിജിൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സോഴ്സിനെ വെച്ച് പറയുന്ന പേരാണ്. ഇനി ഫിലമെന്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, നീളമുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള യാണിനെയാണ് നമ്മൾ പറയുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ നൺ ഓഫ് ദീസ്, അത് നോക്കണ്ട. ഇനി 164 ക്വസ്റ്റ്യൻ. പ്ലെയിൻ വീവ് നെയ്യാൻ കുറഞ്ഞത് എത്ര ഹീൽഡ് ആവശ്യമാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പ്ലെയിൻ വീവ് നെയ്യാൻ കുറഞ്ഞത് എത്ര ഹീൽഡ് ആവശ്യമാണ് നമ്മൾക്ക്? എന്താണ് പ്ലെയിൻ വീവ് എന്ന് പറയുന്നത്? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു വീവാണ് അല്ലേ. ഇപ്പൊ ഓരോ പ്ലെയിൻ വീവില് എന്താണ് വാർപ്പിയാണും, അതായത് ഓരോ വാർപ്പിയാണും മാറി മാറി ഓരോ വെഫ്റ്റിയാണിന്റെ മുകളിലും അടുത്ത വെഫ്റ്റിയാണ്ട് താഴെയും ഇങ്ങനെ മാറി മാറി ഓൾട്ടർനേറ്റ് ആയിട്ട് പോകുന്ന തരത്തിലുള്ളൊരു വീവാണ് പ്ലെയിൻ വീവ് എന്ന് പറയുന്നത്. അതായത് ഓവർ 1 അല്ലെങ്കിൽ അണ്ടർ 1. അപ്പൊ 1/1 ആയിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന വീവാണ്. ഈ രീതിയിൽ നെയ്യാനായിട്ട് നമുക്ക് 2 ഹീൽഡ് ഫ്രെയിംസ് ആണ് ആവശ്യം. അതായത് ഈ രീതിയിൽ നെയ്യാനായിട്ട് നമുക്ക് എന്താണ്? 2 ഹീൽഡ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഹീൽഡ് ഫ്രെയിംസ്, ഹാർനസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് ഒന്നാമത്തെ ഹീൽഡിൽ 1-ാമത്തെ, 3-ാമത്തെ, 5-ാമത്തെ അങ്ങനെയുള്ളത്. ഇപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ എണ്ണാണെങ്കിൽ ഇപ്പോൾ ഒരു 10 നൂലുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ലൂമിൽ 10 നൂലാണ് വാർപ്പ് യാൺസ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതെങ്കിൽ ആ 10നെ നമ്മൾ ഇങ്ങനെ ഒറ്റ സംഖ്യയും അത് ഓടും ഈവനും ആയിട്ട് തിരിക്കുക. ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയായിട്ട് തിരിക്കുക. അപ്പോൾ 1-ാമത്തെ, 3-ാമത്തെ, 5-ാമത്തെ, 7-ാമത്തെ, 9-ാമത്തെ അങ്ങനെയുള്ള ഒറ്റ സംഖ്യയുള്ള 4 വാർപ്പിയാൻസ് ഒക്കെ ഒരു ഹീൽഡിലും, ഇരട്ട സംഖ്യകൾ അത് 2, 4, 6, 8, 10 എന്ന് പറയുന്ന നമ്പേഴ്സൊക്കെ 2-ാമത്തെ ഹീൽഡിലുമാണെങ്കിൽ അപ്പം നമ്മൾ 2 ഹീൽഡും മാറി മാറി ഇങ്ങനെ ഉയർത്തും അല്ലേ. ഷെഡിങ് ചെയ്യുന്ന സമയത്ത് ഒറ്റ സംഖ്യയുള്ള ഹീൽഡെല്ലാം മേലെ പോവും, ഇരട്ട സംഖ്യയുള്ള ഹീൽഡെല്ലാം താഴെ വരും. അപ്പം നമ്മൾ വെഫ്റ്റിയാണ് ഉപയോഗിച്ചിട്ട്, പിക്കിംഗ് പ്രോസസ്സ് വെഫ്റ്റിയാണ് ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് പോകും. വെഫ്റ്റിയാണ് അങ്ങോട്ട് ഒരു ഡയറക്ഷനിലേക്ക് പോവുകയാണ്. നമ്മൾ അടുത്ത പ്രാവശ്യം ഹീൽഡ് താഴ്ത്തുമ്പോൾ എന്താവും? ഇരട്ട സംഖ്യയൊക്കെ തിരിച്ചും ഒറ്റ സംഖ്യ തിരിച്ചും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വെഫ്റ്റിയാണ് ഒന്നുകൂടെ ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മുടെ പ്ലെയിൻ വീവിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ യാണായിട്ടാണ് ഇന്റർലേസിങ് വരുന്നത്, ഓരോ യാണിന്റെ അപ്പ് ഡൗൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 2 ഹീൽഡേ ആവശ്യമുള്ളൂ പ്ലെയിൻ ആയതുകൊണ്ട്. 2 സെറ്റ് ഓഫ് യാൺസേ നമുക്ക് ഇതിനകത്ത് ആവശ്യം വരുന്നുള്ളൂ.
ഈ രണ്ട് ഹീൽഡുകൾ മാറി മാറി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഷെഡ് രൂപപ്പെടുന്നത്. അതിലൂടെ വെഫ്റ്റിയാണ് നമുക്ക് കടത്തി പ്ലെയിൻ വീവ് നിർമ്മിക്കുന്നത്. മനസ്സിലായി എന്ന് കരുതണോ? അടുത്ത ഓപ്ഷൻസ് ആയിട്ടുള്ളത് 4 ഹീൽഡ്. 4 ഹീൽഡ് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് 12 പോലെയുള്ള കുറച്ചും കൂടി സങ്കീർണമായിട്ടുള്ള വീവുകൾക്കാണ്. പ്ലെയിൻ വീവിന് ആവശ്യം വരുന്നില്ല. ഇനി ഒരു ഹീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹീൽഡ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഷെഡ് രൂപപ്പെടുത്താനായിട്ട് കഴിയില്ല അല്ലേ. പ്ലെയിൻ വീവ് ആണ് ഏറ്റവും ബേസ്, അതിന് തന്നെ നമുക്ക് 2 ഹീൽഡാണ് വേണ്ടത്. ഇനി 3 ഹീൽഡ് സാധാരണ പ്ലെയിൻ വീവിന്റെ ഒരു അടിസ്ഥാനമായിട്ട് നമ്മൾ പറയുന്നില്ല. സോ 2 ഹീൽഡാണ് നമുക്ക് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ 165. ഒരു നിറത്തിൽ വെളുപ്പ് ചേർത്താൽ ലഭിക്കുന്നത് എന്താണ്? ഒരു കളറിന്റെ കൂടെ വെളുപ്പ് ചേർത്താൽ അല്ലെങ്കിൽ വൈറ്റ് കളർ ചേർത്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? എന്താ കിട്ടുന്നത്? ടിൻറ്റ്. ടിൻറ്റ് എന്ന് പറയുന്നത് ഏത് നിറത്തിൽ അല്ലെങ്കിൽ ഒരു നിറത്തെ ഏതെങ്കിലും ഒരു നിറത്തിന്റെ കൂടെ വൈറ്റ് ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇളം നിറത്തിനെയാണ് നമ്മൾ ടിൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. റെഡിന്റെ കൂടെ വൈറ്റ് ചേർത്താൽ നമുക്ക് പിങ്ക് കിട്ടും, ബ്ലൂവിന്റെ കൂടെ വൈറ്റ് ചേർത്താൽ നമുക്ക് ലൈറ്റ് ബ്ലൂ കിട്ടും, ഗ്രീനിന്റെ കൂടെ വൈറ്റ് ചേർത്താൽ നമുക്ക് ലൈറ്റ് ഗ്രീൻ കിട്ടും. അതായത് എന്താണ്, വൈറ്റ് ഒരു കളറിന്റെ കൂടെ വൈറ്റ് ചേർക്കുമ്പോൾ ആ കളറ് കൂടുതൽ ലൈറ്റർ ആവുകയാണ് ചെയ്യുന്നത്. സോഫ്റ്റ് ആവും, കുറച്ചും കൂടി ഡെലിക്കേറ്റ്, കുറച്ചും കൂടി പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡായിട്ട് അല്ലെങ്കിൽ ഒരു ടിൻറ്റായിട്ട് മാറുകയാണ്, ഷെയ്ഡല്ല ടിൻറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ഷെയ്ഡ് നോക്കാം. ഒരു കളറിന്റെ കൂടെ ബ്ലാക്ക് ചേർക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഷെയ്ഡ് കിട്ടുന്നത്. ബ്ലാക്ക് ചേർക്കുമ്പോൾ നമുക്ക് ഷെയ്ഡ് കിട്ടും. ഇത് ഈ ടിൻറ്റും ഷെയ്ഡും മാറിപ്പോകാതിരിക്കും ഇങ്ങനെ ഓർത്താൽ മതി. നമുക്ക് ഇപ്പം മെജോറിറ്റി എല്ലാവർക്കും ബ്ലാക്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പം പെട്ടെന്നൊരു സാധനം അല്ലെങ്കിൽ ഒരു സാരി ഒരു കുർത്തിയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് നമ്മൾ എപ്പോഴും പറയുന്നൊരു പേരാണ്. അതായത് വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ വൈറ്റ് ഗ്രീൻ ഷെയ്ഡ്, അതിനേക്കാളും നമ്മൾ കൂടുതലായിട്ട് പെട്ടെന്ന് പറയുന്നൊരു വേർഡാണ് ഈ ബ്ലാക്ക് ഷെയ്ഡ്. അപ്പം ഇങ്ങനെ ഓർത്താൽ മതി, ഷെയ്ഡ് കിട്ടാൻ നമുക്ക് ബ്ലാക്ക് ആഡ് ചെയ്താൽ മതി. അങ്ങനെ ഓർക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ടിൻറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. ടിൻറ്റ് എന്താണ്? വൈറ്റ്. ടോൺ എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ ഓപ്ഷൻ സി ഓപ്ഷൻ. ടോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു കളറിന്റെ കൂടെ ഗ്രേ ചാര നിറം ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഷെയ്ഡ് നമ്മൾ ബ്ലാക്ക് ഷെയ്ഡ് എന്നിങ്ങനെ ഓർത്ത് വെച്ചാൽ ബ്ലാക്ക് ആഡ് ചെയ്താൽ നമുക്ക് ഷെയ്ഡ് കിട്ടും. ടിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ്. ടോൺ ഓട്ടോമാറ്റിക്കലി എന്താണ്? ഗ്രേ. അപ്പം നമുക്ക് ഷെയ്ഡ് മാറിപ്പോവില്ല. ഇനി ഡി ഓപ്ഷൻ ഹ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു നിറത്തിന്റെ യഥാർത്ഥ അടിസ്ഥാന നിറം അല്ലെങ്കിൽ കളറിന്റെ പ്യുവർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ കളറിന്റെ വേറൊരു പേര് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഹ്യൂ എഴുതാനായിട്ട് പറ്റും. 166 ക്വസ്റ്റ്യൻ. ആംഹോളിന്റെ പരിസരം എന്താണ് വിളിക്കുന്നത്? ആംഹോളിന്റെ പരിസരം അല്ലെങ്കിൽ ആംഹോളിന്റെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിന് എന്താണ് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? സൈ എന്ന് പറയുന്നത് ഗാർമെന്റിൽ സ്ലീവ് പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഘടിപ്പിക്കുന്ന ആംഹോളിന്റെ വളഞ്ഞ അരികിനെയോ അല്ലെങ്കിൽ അതിന്റെ ആ ഭാഗത്തിനെയോ സൂചിപ്പിക്കുന്ന ഒരു ടെക്നിക്കൽ വേർഡാണ് എന്ത്? സൈ എന്ന് പറയുന്നത്. പാറ്റേൺ മേക്കിങ്ങിലും ഗാർമെന്റ് കൺസ്ട്രക്ഷനിലും ഒക്കെ സൈ മെഷർമെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു മെഷർമെന്റ് തന്നെയാണ്. കാരണം സ്ലീവ് ശരിയായി ഫിറ്റായാൽ മാത്രമാണ് ഗാർമെന്റിന് ഒരു അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ സ്ലീവ് കറക്റ്റായിട്ട് ഫിറ്റ് ആകണമെങ്കിൽ ആംഹോളും സ്ലീവ് ക്യാപ്പും കറക്റ്റായിട്ട് പൊരുത്തപ്പെടണം അല്ലെങ്കിൽ മാച്ച് ആവണം. അതുകൊണ്ട് തന്നെ ടൈലറിങ്ങിൽ ആംഹോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ ആംഹോളിന് നമ്മൾ എന്താണ്? സൈ എന്ന വേർഡാണ് നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സൈ എന്ന് പറയുന്നത് എന്താണ്? ആംഹോളിന്റെ പരിസരം അല്ലെങ്കിൽ ആ ഭാഗത്തിനെ വിളിക്കുന്ന പേര്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഗോർജ് എന്ന് പറയുന്നത് കോളറിന്റെ ലേപ്പലും കോളറും കൂടി ചേരുന്ന ഭാഗത്തിനാണ് നമ്മൾ ഗോർജ് എന്ന് പറയുന്നത്. അത് കഴുത്തുമായിട്ട് റിലേറ്റഡ് ആണ്. ഫോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ട്രൗസർ അല്ലെങ്കിൽ പാന്റിന്റെ ക്രോച്ച് ഭാഗത്തിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. വെന്റ് എന്ന് പറയുന്നത് കോട്ട്, ജാക്കറ്റ്, സ്കേർട്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ മൂവ്മെന്റ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലിറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു സ്ലിറ്റിനെയാണ് നമ്മൾ വെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 167. ഫൈബറിന്റെ ശക്തി എന്താണ് വിളിക്കുന്നത്? കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് തോന്നാം, പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 2-3 ആംഗിളിൽ നിന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ടെനസിറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു ടെനസിറ്റി ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഗോർജ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പ്ലനേഷൻ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് പോലെ തോന്നും, പക്ഷെ ക്വസ്റ്റ്യനിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. ഫൈബറിന്റെ ശക്തി എന്താണ് വിളിക്കുന്നത്? ടെനസിറ്റി.
ടെൻസിറ്റി എന്ന് പറയുന്നത് ഫൈബർ പൊട്ടുന്നതിന് മുമ്പ് എത്രമാത്രം വലിച്ചു നീട്ടുന്ന അല്ലെങ്കിൽ എത്രമാത്രം നീട്ടിയാൽ ആ നീട്ടുന്ന ബലം ഫൈബറിന് സഹിക്കാൻ കഴിയും എന്ന കഴിവിനെയാണ് നമ്മൾ ടെൻസിറ്റി എന്ന് പറയുന്നത്. ഒരു ഫൈബർ പൊട്ടുന്നതിന് മുന്നേ എത്രമാത്രം നമ്മൾ വലിച്ചു നീട്ടുന്നുവോ ആ വലിച്ചു നീട്ടുന്ന ബലം സഹിക്കാൻ കഴിയുന്ന ആ കഴിവിനെയാണ് നമ്മൾ ടെൻസിറ്റി എന്ന് പറയുന്നത്. ഫൈബറിന്റെ ശക്തി നമ്മൾ അളക്കുന്നത്. ടെൻസിറ്റി കൂടുതലുള്ള ഫൈബറുകളൊക്കെ എന്ന് പറയുന്നത് കൂടുതൽ ശക്തിയായിരിക്കും. അതുപോലെ തന്നെ നൂലുകൾ നിർമ്മിക്കാൻ ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ളതായിരിക്കും. ഒരുപാട് കാലം ഉപയോഗിച്ചാലും നല്ല ഡ്യൂറബിലിറ്റി ഉണ്ടാവും, പൊട്ടിപ്പോകാൻ സാധ്യതയില്ല. എക്സാമ്പിൾ കെവ്ലറിന് ഭയങ്കര ടെൻസിറ്റിയാണ്. നൈലോൺ, പോളിസ്റ്റർ, കോട്ടൺ ഒക്കെ ടെൻസിറ്റി അത്യാവശ്യമുള്ള ഫൈബറുകൾ തന്നെയാണ്. ഈ ബാക്കിയുള്ള ഓപ്ഷൻസ് യൂണിഫോമിറ്റി എന്ന് പറയുന്ന ഫൈബറിന്റെ നീളം, കനം എന്നൊക്കെ ഉള്ളത് യൂണിഫോം ആയിട്ട് ഒരുപോലെ ഒരു ഐക്യത്തോടെ അല്ലെങ്കിൽ ഒരുപോലെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഫൈബറിനെ എത്രത്തോളം എളുപ്പത്തിൽ ഒടിയാനൊക്കെയുള്ള കഴിവിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. റെസിലിയൻസി എന്ന് പറയുന്നത് വളഞ്ഞതോ ചുളിഞ്ഞതോ ആയ അല്ലെങ്കിൽ എന്തെങ്കിലും അമർത്തിയോ എന്തെങ്കിലും ചെയ്തതിന് ശേഷം അതിനെ പഴയ രൂപത്തിലേക്ക് മടങ്ങി വരാനുള്ള കഴിവിനെയാണ് നമ്മൾ റെസിലിയൻസി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 168. തുണിയുടെ ഇരുവശത്തുമുള്ള നാരോ എഡ്ജ് എന്താണ്? തുണിയുടെ രണ്ട് വശത്തുമുള്ള നാരോ ആയിട്ടുള്ള എഡ്ജ് ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണ്. എന്താണ്? സെൽവെഡ്ജ് എന്ന് പറയുന്നത് ഒരു നെയ്ത തുണിയുടെ അല്ലെങ്കിൽ വീവിങ് ചെയ്ത അല്ലെങ്കിൽ ഒരു വോവൻ ഫാബ്രിക്കിന്റെ രണ്ട് സൈഡിലുമുള്ള ഉറപ്പുള്ള ഇടുങ്ങിയ, അതായത് അടുപ്പിച്ച് വീവ് ചെയ്തിട്ടുള്ള സെൽഫ് ഫിനിഷ്ഡ് എഡ്ജ് അല്ലെങ്കിൽ സെൽഫ് എഡ്ജ് എന്ത് വേണമെങ്കിലും ഓർത്ത് വെക്കാം. അതാണ് സെൽവെഡ്ജ് എന്ന് പറയുന്നത്. നെയ്ത്തിനിടയിൽ വെഫ്റ്റിയാണ് ഓരോ വരിയുടെയും അവസാനം തിരിഞ്ഞു വരുന്നത് കൊണ്ട് ഈ അരിക് എന്താണ്? ഓട്ടോമാറ്റിക്കലി ഉറപ്പുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ആ ഭാഗം കുറച്ച് കട്ടിയായിട്ട് വീവ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ആ ഭാഗത്ത് നൂല് ഇഴകൾ അഴിയാതെ ഫ്രെയിങ് ആവാതെ തുണിയെ രണ്ട് സൈഡിലേക്ക് ലോക്ക് ചെയ്യുന്ന ഒരു എഡ്ജാണ് ഈ സെൽവെഡ്ജ്. ഈ ബാക്കിയുള്ള ഓപ്ഷൻസ് വാർപ്പ്, വെഫ്റ്റ്, നൺ ഓഫ് ദീസ്. വാർപ്പും വെഫ്റ്റും നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. തുണിയുടെ ലെങ്ത് വൈസ് പോകുന്നത് വാർപ്പും വീതി വശം അല്ലെങ്കിൽ വിഡ്ത്ത് വൈസ് പോകുന്നത് വെഫ്റ്റും. അടുത്ത ക്വസ്റ്റ്യൻ 169. തുറവുകൾ അതായത് ഓപ്പണിങ്സ് ഓവർലാപ്പ് ചെയ്താൽ അതെന്താണ്? ഓവർലാപ്പ് ചെയ്യാത്തത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. സ്ലിറ്റ് ഓവർലാപ്പ് ചെയ്താലോ? അതാണ് വെന്റ്. നമ്മൾ കുറച്ച് മുന്നേ വെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഓപ്ഷനിൽ. വെന്റ് എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ താഴ്ഭാഗത്തോ അല്ലെങ്കിൽ ഹെംഭാഗത്തോ അല്ലെങ്കിൽ പിൻഭാഗത്തോ നൽകിയിരിക്കുന്ന ഒരു പരസ്പരം ഓവർലാപ്പ് ചെയ്ത രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് ആണ്. നമ്മൾ അവിടെ ഇതൊന്നും കൊടുത്തിട്ടില്ല, അതായത് സിബോ അല്ലെങ്കിൽ ബട്ടണോ അല്ലെങ്കിൽ എന്താണ് ഹുക്കോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്ത ഓപ്പണിംഗ് ആണ്. പക്ഷെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണത് ഉണ്ടാവുക. ഒന്നിനു മുകളിൽ ഒന്ന് വരുന്നത് പോലെയാണ് അത് ഉണ്ടാവുക. ബാക്കിയുള്ള എന്താണ്? സ്ലിറ്റ് എന്ന് പറയുന്നത് ഓവർലാപ്പ് ഇല്ലാത്ത സാധാരണ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. സ്കേർട്ട്, കുർത്തി തുടങ്ങിയവയിൽ കാണുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ജെറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? പോക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ, ജെറ്റഡ് പോക്കറ്റ് അല്ലെ. ഇനി വാർപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് വൈസ് ഉള്ള യാണിനെയാണ് നമ്മൾ പറയുന്നത്. 170ാമത്തെ ക്വസ്റ്റ്യൻ. സിൽക്ക് ഫാബ്രിക്കിന് സ്റ്റിഫ്നെസ് നൽകുന്ന ഫിനിഷിംഗ് പ്രോസസ് ഏതാണ്? സിൽക്ക് ഫാബ്രിക്കിന് സ്റ്റിഫ്നെസ് നൽകുന്ന ഫിനിഷിംഗ് പ്രോസസ് ഏതാണ്? വെയ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സിൽക്ക് ഫാബ്രിക്കിന് ചെയ്യുന്ന ഒരു പ്രത്യേക ഫിനിഷിംഗ് പ്രോസസ് ആണ്. സിൽക്കിൽ നിന്ന് നമ്മൾ സെറിസിൻ നീക്കം ചെയ്യുന്ന, അതായത് സെറിസിൻ ആ ഒരു ഗമ്മി പ്രോസസ്സിനെ നമ്മൾ നീക്കം ചെയ്യുന്ന പ്രോസസ്സ്, അതായത് ഡീഗമ്മിങ് പ്രോസസ്സിന് ശേഷം സിൽക്കിൽ നിന്നും സെറിസിൻ നമ്മൾ റിമൂവ് ചെയ്യുന്ന ആ ഡീഗമ്മിങ് എന്ന് പറയുന്ന പ്രോസസ്സിന് ശേഷം തുണിക്ക് കുറച്ച് വെയിറ്റ് നഷ്ടപ്പെടും. അപ്പം നമ്മൾ ഈ ഒരു നഷ്ടപ്പെട്ട ഭാരം നമ്മൾ കുറച്ച് പാർഷ്യലി നമ്മൾ തിരിച്ചു കിട്ടാൻ വേണ്ടി തുണിക്ക് നമ്മൾ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഫേംനെസ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫോള് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സിൽ നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് സിൽക്കിന് ഭാരം വർദ്ധിപ്പിക്കുന്നത്. അതായത് ഓവറായിട്ട് വെയിറ്റിംഗ് ചെയ്താൽ സിൽക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബലത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലാണ് വെയിറ്റിംഗ് ചെയ്യുന്നത്. അതാണ് ആ പ്രോസസ്സ്. ഇനി ഓപ്ഷൻസ് നോക്കാം. ഗ്ലേസിംഗ് എന്ന് പറയുന്നത് തുണിയുടെ
മേലെ അല്ലെങ്കിൽ ഉപരിതലത്തിൽ അല്ലെങ്കിൽ സർഫേസിൽ ഒരു ഗ്ലോസി ഫിനിഷ് നൽകാൻ വേണ്ടി ചെയ്യുന്ന ഫിനിഷിംഗ് പ്രോസസ്സാണ്. ഇത് സ്റ്റിഫ്നെസ് നൽകില്ല. ഇനി കാലണ്ടറിങ് എന്ന് പറയുന്നത് എന്താണ്? ചൂടുള്ള റോളറുകൾക്കിടയിലൂടെ തുണിയെ നമ്മൾ കടത്തി സ്മൂത്തും തിളക്കവും ഉള്ളതാക്കി മാറ്റുന്ന പ്രോസസ്സാണ്. എംബോസിങ് എന്ന് പറയുന്നത് റോളർ ഉപയോഗിച്ച് തുണിയുടെ സർഫേസിൽ റേസ്ഡ് ആയിട്ട്, അതായത് പൊന്തി നിൽക്കുന്ന രീതിയിൽ എന്തെങ്കിലും പാറ്റേൺസോ ഡിസൈൻസോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എംബോസിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 171. കൈക്കുഴിയിൽ ചലനം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന ഡയമണ്ട് ആകൃതിയിലുള്ള തുണിത്തുണ്ട് എന്താണ്? ആം ഹോൾ ഭാഗത്ത് മൂവ്മെന്റ് കൂട്ടാൻ വേണ്ടി, ഈസി മൂവ്മെന്റ് കിട്ടാൻ വേണ്ടി ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഫാബ്രിക് അല്ലെങ്കിൽ ക്ലോത്ത് പീസിന് എന്താണ് പറയുന്നത്? എന്താ പറയുന്നത്? ഗസറ്റ് അല്ലേ? ഗസറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഗസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമണ്ട് അല്ലെങ്കിൽ ട്രയാങ്കുലർ ഷേപ്പിൽ നമ്മൾ ആകൃതിയിലുള്ളൊരു ക്ലോത്ത് പീസിനെ കൈക്കുഴി ഭാഗത്ത്, ക്രോച്ച് ഭാഗങ്ങളിലൊക്കെ നമ്മൾ തുന്നി ചേർക്കുന്ന ഒരു പീസാണ് ഗസറ്റ് എന്ന് പറയുന്നത്. ഗസറ്റ് ചേർക്കുമ്പോൾ നമുക്ക് കൈക്കുഴി ഭാഗങ്ങൾ കുറച്ചും കൂടി മൂവ്മെൻറ്റ് ഫ്രീ ആവാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ, അത് നമ്മളിങ്ങനെ കൈ പൊക്കുകയൊക്കെ ചെയ്യുമ്പം അവിടെ ഭയങ്കര കുറച്ച് ടൈറ്റ്നെസ് ആണെങ്കിൽ അവിടെ കീറിപ്പോവും, സ്റ്റിച്ച് വിടും. അപ്പോൾ ആ ഭാഗത്ത് ഒരു ഈസ് മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ ക്രോച്ച് ഭാഗത്തൊക്കെ നമ്മളിപ്പോൾ ചുരി ബോട്ടമൊക്കെ ചില ഫാബ്രിക് ഇട്ട് തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ അവിടെ സ്റ്റിച്ച് വിടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ഗസറ്റ് പീസ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി മൂവ്മെൻറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഷർട്ട്, കുർത്തി, യൂണിഫോം, സ്പോർട്സ് വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ വസ്ത്രങ്ങളിലൊക്കെ നമ്മൾ ഗസറ്റ്, ഈ കുർത്തിയുടെ ആം ഹോളിലൊക്കെ നമ്മൾ ഗസറ്റ് കൊടുക്കാറുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഫ്ലെയർ എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ താഴ്ഭാഗത്ത് വീതി കൂട്ടി വിശാലമാക്കുന്ന, അല്ലെങ്കിൽ വീതി കൂട്ടി അവിടെ ഒരു വോള്യം കൊടുക്കുന്ന ഒരു രീതിയാണ് ഫ്ലെയർ എന്ന് പറയുന്നത് അല്ലേ? അത് ആം ഹോളുമായിട്ടുള്ള സ്ലീവിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡ്രസ്സിന്റെ താഴ്ഭാഗത്തൊക്കെ നമ്മളൊരു വിരിവ് കൊടുക്കുന്നതാണ് ഈ ഫ്ലെയർ എന്ന് പറയുന്നത്. ഗ്യാദേഴ്സ് എന്ന് പറഞ്ഞാൽ തുണി ചുരുട്ടി അല്ലെങ്കിൽ തുണീനെ ഇങ്ങനെ ചുരുക്കുകൾ ഉണ്ടാക്കി ഫുൾനെസ് കൂട്ടുന്ന ടെക്നിക്കാണ്. ഇനി ഫാസ്റ്റനിങ് എന്ന് പറയുന്നത് ബട്ടൺ, സിപ്പർ, ഹുക്ക്, വെൽക്രോ തുടങ്ങിയ ഓപ്പണിങ്സ്, ഫാസ്റ്റനിങ്സ്, അതായത് നമ്മുടെ പ്ലാക്കറ്റ്സ് അടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഫാസ്റ്റനിങ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഫാസ്റ്റനിങ് എന്ന് പറയുന്നത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 172. നിറ്റിങ്ങിൽ ആദ്യ വരി സ്റ്റിച്ച് രൂപപ്പെടുത്തുന്ന പ്രക്രിയ എന്താണ്? നിറ്റിങ്ങിലെ ആദ്യത്തെ വരി, ആദ്യം നിറ്റിങ് തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ വരി സ്റ്റിച്ച് രൂപപ്പെടുത്തുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? കാസ്റ്റിംഗ് ഓൺ എന്നാണ് വിളിക്കുന്നത്. ഓഫ് അല്ല, ഓൺ. കാസ്റ്റിംഗ് ഓൺ, നിറ്റിംഗ് ഓൺ നമ്മൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. കാസ്റ്റിംഗ് ഓൺ എന്ന് പറയുന്നത് എന്താണ്? നിറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് സൂചിയിൽ ആദ്യത്തെ ലൂപ്പുകൾ, ഫൗണ്ടേഷൻ സ്റ്റിച്ചസ് രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് നമ്മൾ കാസ്റ്റിംഗ് ഓൺ എന്ന് പറയുന്നത്. മൊത്തത്തിലുള്ള നമ്മൾ നിറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ആദ്യ ഘട്ടമായിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ കാസ്റ്റിംഗ് ഓൺ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഓരോ വരിയിലും പിന്നെ പുതിയ സ്റ്റിച്ചുകൾ ഉണ്ടാക്കി നിറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി നിറ്റിംഗ് ഓഫ്, ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. നിറ്റിംഗ് പൂർത്തിയായ ശേഷം നമ്മൾ അവസാനത്തെ സ്റ്റിച്ചുകൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ നിറ്റിംഗ് ബൈൻഡ് ഓഫ് ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? കാസ്റ്റിംഗ് ഓഫ് എന്ന് പറയുന്നത്. വീവിങ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, വാർപ്പും വെഫ്റ്റ് നൂലുകൾ ഇന്റർലേസ് ചെയ്ത് നമ്മൾ ഫാബ്രിക് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. സ്പിന്നിങ് എന്ന് പറയുന്നത് ഫൈബറുകളെ നമ്മൾ യാണാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പിന്നിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 173. തണ്ടിൽ നിന്നുള്ള ഫൈബർ ഏത്? ഓപ്ഷൻസിലെ തണ്ടിൽ നിന്നും ലഭിക്കുന്ന ഫൈബർ ഏതാണ്? ജ്യൂട്ട് ഒരു നാച്ചുറൽ പ്ലാന്റ് ഫൈബർ ആണ്. അത് സസ്യത്തിന്റെ തണ്ടിന്റെ പുറംതൊലിയിൽ നിന്ന്, സ്റ്റെം, ബാർക്ക് അല്ലെ, പുറംതൊലിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ബാസ്റ്റ് ഫൈബർ, സ്റ്റെം ഫൈബർ എന്ന് വിളിക്കുന്നത്. ജൂട്ടിന്റെ പ്രധാന സവിശേഷത എന്താണ്? നാച്ചുറൽ ഫൈബർ ആണ്, നല്ല ശക്തിയും ഡ്യൂറബിലിറ്റിയും ഉള്ള ഫൈബർ ആണ്, ബയോഡിഗ്രേഡബിൾ ഫൈബർ ആണ്. നമ്മൾ ചാക്ക്, കയർ, മാറ്റ്, കാർപ്പറ്റ്, ഷോപ്പിംഗ് ബാഗ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ജൂട്ട് ഉപയോഗിക്കും അല്ലേ? ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള കയർ എന്ന് പറയുന്നത് തേങ്ങയുടെ പുറം തൊലിയിൽ, കോക്കനട്ട് ഹസ്കിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്, സ്റ്റെം അല്ല. ആസ്ബെസ്റ്റോസ് എന്താണ്? ഒരു മിനറൽ ഫൈബർ ആണ് അല്ലേ, സസ്യത്തിൽ നിന്നല്ല. അറമിഡ് ഫൈബർ എന്താണ്? ഒരു സിന്തറ്റിക് ഹൈ പെർഫോമൻസ് ഉള്ളൊരു സിന്തറ്റിക് ഫൈബർ ആണ്. എക്സാമ്പിൾ എന്താണ് അറമിഡ് ഫൈബേഴ്സിന്? കെവ്ലർ, നോമെക്സ് പോലെയുള്ള ഫൈബേഴ്സ് ഒക്കെയാണ്
അറമിഡ് ഫൈബേഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. 174 കൂൾ കളറുകൾ ഏത്? ഓപ്ഷൻസിലെ കൂൾ കളേഴ്സ് ഏതാണ് കൂൾ കളേഴ്സ്? ബ്ലൂ, ഗ്രീൻ, വയലറ്റ്. കൂൾ കളേഴ്സ് എന്ന് പറയുന്നത് തണുപ്പ് അല്ലെങ്കിൽ സമാധാനം, ശാന്തത അല്ലെങ്കിൽ വിശാലത അങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്ന കളേഴ്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന കളേഴ്സാണ് കൂൾ കളേഴ്സ് എന്ന് പറയുന്നത്. കളർ വീലിൽ സാധാരണയായിട്ട് ബ്ലൂ, ഗ്രീൻ, വയലറ്റ് എന്നിവയാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള കൂൾ കളേഴ്സ് ആയിട്ട് പറയുന്നത്. ബ്ലൂ നമുക്ക് സമാധാനം അല്ലെങ്കിൽ വിശ്വാസം, ഗ്രീൻ പ്രകൃതി, പുതുമ, ഫ്രഷ്നെസ് ഒക്കെ നൽകുന്നത്, വയലറ്റ് എന്ന് പറയുന്നത് റോയൽറ്റി, ക്രിയേറ്റിവിറ്റിനെയൊക്കെ സൂചിപ്പിക്കുന്ന കളറാണ് അല്ലേ. ഫാഷൻ ഡിസൈനിങ്ങിലും ഇന്റീരിയർ ഡിസൈനിങ്ങിലൊക്കെ കൂൾ കളേഴ്സ് നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കളർ തന്നെയാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിൽ റെഡ്, ഗ്രീൻ, ഓറഞ്ച്. ഈ റെഡിന്റെ ഫാമിലി വരുന്ന എല്ലാം വാം കളേഴ്സിൽ പെടുന്നതാണ്. സോ റെഡ്, യെല്ലോ, ഓറഞ്ച് ആ ഒരു ഭാഗങ്ങൾ ഓപ്ഷനിൽ വന്നാൽ അത് നോക്കണ്ട, അതെല്ലാം വാം കളറിന്റെ കാറ്റഗറിയിൽ പെടും. റെഡിന്റെ ഫാമിലി ഇല്ലാത്ത ഗ്രീൻ, ബ്ലൂ, വയലറ്റ് കാറ്റഗറിയാണ് നമ്മൾ കൂൾ കളേഴ്സ് ആയിട്ട് പറയുന്നത്. 175 ക്വസ്റ്റ്യൻ. വെൽവെറ്റ് നിറ്റ് ചെയ്ത വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫറിംഗ് മാർഗം ഏത്? വെൽവെറ്റ്, നിറ്റ് ചെയ്ത വസ്ത്രങ്ങൾ, അതുപോലെ വെൽവെറ്റ് മുതലായവയിൽ നമ്മൾ എന്താണ് ട്രാൻസ്ഫറിങ്, അതായത് ഡിസൈൻ ട്രാൻസ്ഫറിങ്, മാർക്കിംഗ് ട്രാൻസ്ഫറിങ് ചെയ്യാനുള്ള മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ടാക്കിംഗ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടാക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് പാറ്റേണുകളിലുള്ള മാർക്കിങ്ങുകൾ ഫാബ്രിക്കിലേക്ക് ടെമ്പററി ആയിട്ട്, താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ താൽക്കാലിക സ്റ്റിച്ചുകൾ ഉപയോഗിച്ച് മാറ്റുന്ന രീതിയാണ് ടാക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് പ്രധാനമായിട്ടും വെൽവെറ്റ്, അതുപോലെ നിറ്റഡ് ഫാബ്രിക്സ്, പൈൽ ഫാബ്രിക്സ്, ഡെലിക്കേറ്റ് ഫാബ്രിക്സ് മുതലായവയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെൽവെറ്റിന്റെ മൃദുവായ പൈല് അതിനൊന്നും കേടുപാട് വരാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നിറ്റിങ്ങിൽ വലിഞ്ഞു പോകാതെ ഇരിക്കാനും, അതുപോലെ കാർബൺ പേപ്പറോ ട്രേസിംഗ് വീലൊക്കെ ഉപയോഗിച്ച് ചെയ്താൽ ഇതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് പറ്റില്ല. സോ നമുക്ക് കൃത്യമായി മാർക്കിംഗ് ലഭിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ടാക്കിംഗ് മെത്തേഡ്. ഈ രീതിയെ ടൈലേഴ്സ് ടാക്ക് എന്ന് നമ്മൾ വിളിക്കും. ബാക്കിയുള്ള മെത്തേഡായിട്ടുള്ള ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ടൈലേഴ്സ് ചോക്ക് ഉപയോഗിച്ച് നേരിട്ട് മാർക്ക് ചെയ്യുന്ന രീതിയാണ്. വെൽവെറ്റിലും നിറ്റിലൊന്നും ഇത് കറക്റ്റ് ആയിരിക്കില്ല. ടൈലേഴ്സ് ചോക്ക് ഇട്ട് വരച്ചാലൊന്നും ആപ്റ്റായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അയൺ ട്രാൻസ്ഫറിംഗ് മെത്തേഡ് ചൂട് ഉപയോഗിച്ച് ഡിസൈൻ മാറ്റുന്ന രീതിയാണ്. ഇത് പാറ്റേൺ മാർക്കിങ്ങിൻ്റെ ഒരു സാധാരണ രീതിയല്ല. ഇനി കാർബൺ മെത്തേഡ് എന്ന് പറയുന്നത് ട്രേസിംഗ് വീലും കാർബൺ പേപ്പർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. വെൽവെറ്റ്, നിറ്റഡ് ഫാബ്രിക്സിൽ ഇത് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയല്ല. കാരണം എന്താണ്? അതിൽ ട്രേസിംഗ് വീലൊക്കെ ഇട്ട് വരച്ച് കഴിയുമ്പോഴത്തേക്കും വെൽവെറ്റ് പോലെയുള്ള തുണികളിലൊന്നും നമ്മൾക്കത് സ്യൂട്ടബിൾ ആവില്ല. തുണിക്ക് കേടുപാടുകൾ വരാൻ അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ കറക്റ്റായിട്ട് ട്രാൻസ്ഫറിങ് നടക്കില്ല, അടയാളം മാർക്കിംഗ് കറക്റ്റായിട്ട് നടക്കില്ല. അപ്പം ഇത്രയുമാണ് ഈ വീഡിയോയിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇനിയും നമ്മുടെ ക്വസ്റ്റ്യൻ സെറ്റ് PDF വീഡിയോ കണ്ടു പഠിക്കുന്നവരൊക്കെ, അല്ലാതെ നമ്മൾക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ വീഡിയോ കണ്ട് പഠിക്കാൻ പറ്റാത്ത, ബുക്ക് നോക്കി പഠിക്കുന്ന രീതിയിലുള്ള ആൾക്കാർക്ക് PDF ആവശ്യമാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. PDF അയച്ചു തരുന്നതായിരിക്കും. താങ്ക് യു.